ഹലോ ഗൈസ്, എൻ്റെ പേര് ശ്രുതി. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണെന്ന് തോന്നുന്നത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ. അപ്പോൾ ഇന്നലെ 2-3 വീഡിയോ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനില്ല, സപ്പോർട്ട് ചെയ്യാനില്ല. എല്ലാവരും കാണണം കേട്ടോ. കണ്ണങ്ങോട്ട് നേരെ തുറക്കണില്ലെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഒറ്റ കൈയുള്ള ക്യാമറ പിടിക്കാനും ഫേസ് കഴുകാനും എല്ലാം കൂടെ ഒരു കാര്യം. ഞാൻ പയറുപൊടിയായിട്ടാണ് എൻ്റെ ഫേസ് കഴുകണേ. അപ്പം രാവിലെ തന്നെ ഞാൻ ഇത് പയറുപൊടിയിട്ടാണ് മുഖം കഴുകണത്. ഇപ്പം തുടങ്ങിയല്ല കേട്ടോ, കുറച്ച് ദിവസമല്ല, ഒരു 2-3 മാസമായിട്ട് ഇതിട്ടാണ്, പയറുപൊടിയിട്ടാണ് ഞാൻ മുഖം കഴുകണത്. വലിയ ചരുവത്തില് ചായ കുടിക്കാനായിട്ടായിട്ടൊന്നാണ് അണ്ടാവിലൊന്ന് ചായ കുടിക്കരുത് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വീട്ടിൽ ചരുവത്തിൽ കുടിക്കണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വല്ലപ്പോഴും ഇങ്ങനെയാണ് കുടിക്കുന്നത് കേട്ടോ, ഈ ചരുവത്തിലാണ് കുടിക്കുന്നത്. അപ്പം ഇന്ന് മൊത്തത്തിലെന്ന് വെച്ചാൽ കുക്കിംഗ് വീഡിയോ, അതുപോലെ ഇന്ന് എന്തെല്ലാം ഫുഡ് കഴിക്കുന്നത്, നോർമൽ എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്, അതാണിന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത്. പുറത്തോട്ടൊന്നും അധികം പോടില്ല കേട്ടോ, കാലിൽ സുഖമില്ലാത്തതുകൊണ്ട് പുറത്തോട്ടൊന്നുമില്ല. അപ്പം വായോ, ഇന്ന് എന്താണ് രാവിലെ കഴിക്കാനായിട്ട്? ദോശ സാമ്പാറാണെന്ന് തോന്നുന്നു. ദോശ സാമ്പാറാണെന്ന് കഴിക്കാനുള്ളത്. ഇതേത് ദോശ? ഇന്നലെ ചുട്ട ദോശയോ? അപ്പം ഞാൻ പഴയ തിന്നണമെന്നാണ്. ഓ, കൂട്ടിന് വേറെ ആളും ഉണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് വിടരുത്. ഒയ്യോ, ഞാൻ അല്ല, ദോശ കിട്ടരുത്, നെയ്യ് കിട്ടണം. നെയ്യ് തിന്നാൻ കിട്ടണം, അതാണ് വേണ്ടത് നമുക്ക്. അപ്പം ഇന്ന് രാവിലെ തന്നെ നമുക്ക് ദോശയും സാമ്പാറുമാണ് കേട്ടോ കഴിക്കാൻ. ദോശ എനിക്ക് വലിയൊരു സുഖമില്ലാത്തതാണ് ദോശ. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ തിന്നിട്ടുള്ളൂ. നമുക്ക് ഫുഡാണ് മുഖ്യം. കൈയോടാൻ പറയും, കവറിൽ തട്ടി അമ്മ ഞാൻ കൊണ്ടുപോകാം, വീട്ടിൽ കൊണ്ടുവരുന്നു. മതിയോ നമുക്ക്? ധാരാളം ധാരാളം. ഇത് കാണുമ്പോ ഉണ്ടല്ലോ എനിക്ക് തോന്നണേ, തിന്നാൻ വേണ്ടി ജീവിക്കണയാണോ, ജീവിക്കാൻ വേണ്ടി തിന്നണയാണോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് മറ്റേ വീഡിയോയിലെല്ലാം കാണണമല്ല, ഇത്ര നീളമുള്ള ഗ്ലാസ്സിലുള്ള വെള്ളം ഇത്ര ഇതിലാക്കി തരൂ എന്ന് ചോദിക്കണമല്ലോ ഉണ്ട്. അല്ല മാമ, ഈ കളർ കോഴിയില്ലേ, കുഞ്ചു കോഴി, അപ്പൊ അതൊക്കെ എങ്ങനെ പറഞ്ഞ കളർ അടിച്ച് പൂശി വിടണതാ എന്നെ? വെള്ള കോഴിയിൽ കളർ അടിച്ചു, അതെങ്ങനെ കളർ അടിക്കൂ? പെയിന്റ് എടുത്ത് അടിച്ചങ്ങ് വിടും. അത് കുളിക്കണത് നനയ്ക്കണത് നല്ലല്ല, അതുകൊണ്ട് അവിടെ ഇരിക്കും എൻ്റെ ദേഹത്ത്. നിങ്ങൾക്കറിയാമോ ഈ കളർ കുഞ്ചു കോഴി എങ്ങനെയാണ് വരണേന്ന്? അങ്ങനെയല്ല. ഇന്നുച്ചയ്ക്ക് ചിക്കൻ കറിയാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ നന്നാക്കുകയാണ് കേട്ടോ ഞാൻ. ഇത് ഒരു 3-4 വട്ടം കഴിയുകയാലേ എനിക്കങ്ങോട്ട് സമാധാനം വരും. അല്ലെങ്കിൽ ഭയങ്കര ഒരു ഏനക്കേടാണ് എനിക്ക്. 3-4 തവണയെങ്കിലും അത് കഴുകണം. ഇത് ഭയങ്കര കുഴപ്പമാണല്ലോ അമ്മ. ഇന്ന് നോക്കിയാൽ ഈ കഴുത്തും എനിക്ക് തന്നെ ആയിരിക്കും കിട്ടണത്. ഉപ്പും കൂടെ ഇട്ട് കഴുകുക. എനിക്കറിയാം. എന്നെപ്പറ്റി എന്താ വിചാരിച്ചു വച്ചിരിക്കണേ, എനിക്കെല്ലാം അറിയാം. മാമ, ഉപ്പും മഞ്ഞപ്പൊടിയും
ഇല്ലെങ്കിൽ ഇപ്പം ഇതെന്താ സാധനം? ചട്ടിയിലിട്ട് ഉപ്പ്, മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഞരടലും എൻ്റെ ഈ പിടി ഇതിൽ നിന്നുള്ള എല്ലാം പുറത്ത് വരണം. അല്ല അമ്മ, ഇത്രയും മതിയോ? നമുക്ക് തികയോ? മതിയാവും ധാരാളം മതിയാവും. അല്ല, നമുക്കൊരു 2 നേരത്തേക്കില്ലോ. നീ കേട്ടോ. അമ്മ, ഈ ഉള്ളി ഞാൻ തന്നെ അരിയണോ? അത്രയും അരിയണം. കാല് വയ്യല്ല, പെട്ടെന്ന് അരിഞ്ഞു വൈ. കൂട്ടാൻ വയ്ക്കട്ടെ. അങ്ങനെ പറയരുത്. അത്രയും അരി കുഴപ്പമില്ല, പെട്ടെന്ന് അരിഞ്ഞിട്. കാല് വേദനിക്കും പെട്ടെന്ന്. സവാള ഗിരിഗിരി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ അവസ്ഥ ഇപ്പൊ. ഇതിനൊക്കെ പിന്നെ ഇറച്ചി കഴിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത്രയും ചെയ്യും. വല്ല ആവശ്യമുണ്ടോ? പിണ്ടാതിരുന്ന ഞാൻ എരന്ന് പണി വാങ്ങണമെന്ന് പറഞ്ഞു. ഇതാണ് എരന്ന് പണി വാങ്ങുന്നത്. കുഴപ്പമില്ല. അമ്മ, ഉള്ളി അരിഞ്ഞ കണ്ണ് നീറും. എനിക്ക് കരയുടെ ഇഷ്ടമല്ല. അപ്പൊ ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് വെക്കണേ. അതും അമ്മാമ്മേരെ സ്പെഷ്യൽ ചിക്കൻ കറി. അപ്പൊ ആദ്യം ചട്ടി വെച്ച് കടുവിട്ട് ഇനി കരിയാപ്പില. കരിയാപ്പില. അപ്പൊ അടുത്തതില് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അരച്ചത്, ചതച്ചത്. എന്നാ ചതച്ചത്. ഇത് അടിയിൽ പിടിക്കാൻ പാടില്ല കേട്ടോ. നല്ല മണം. ഈ സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് നല്ലോണം മൂത്തതിന് ശേഷം ഇത് നമ്മൾ 1 കിലോ കോഴിക്ക് 1/2 കിലോ സവാള നല്ലോണം കിണ്ട് ഇതെന്തിട്ട് ആവശ്യത്തിന് ഉപ്പ്. മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി. അതെന്തൊരു സാധനം? പൊടിച്ച മസാല. പൊടിച്ച മസാല. ഇത് ഇത്രയാണ് നമ്മൾ ചിക്കൻ കറിയിലോട്ട് ഇടാൻ പോകുന്നത്. ഇനി അടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പൊ ഇതിനു മുമ്പേ നമ്മൾ ഇതിനു മുമ്പേ കുറച്ച് ഇതില് പൊടിക്കാതെ കുറച്ച് സാധനം ചേർത്തില്ലേ അമ്മാമ? അതൊക്കെ അതെന്ത്? പെരിഞ്ജീരകം, അതിന്റെ പട്ട, പിന്നെ അതിന്റെ ഒരു ചെറിയ സാധനം, എന്റെ പേരറിഞ്ഞൂടാത്ത എന്തോ സാധനം ചേർത്തിട്ടുണ്ട് ടേസ്റ്റ് കൂടാൻ. അപ്പൊ അതെല്ലാം ചേർക്കണേന്ന് വെച്ചാ ഈ പൊടിച്ച് ചേർക്കുമ്പോ വലിയ മണം ഉണ്ടാവൂല. അതങ്ങനെ മുഴുവനായിട്ട് ചേർത്ത ആ സ്മെല്ല് കാണും, ടേസ്റ്റും കൂടുതലായിരിക്കും. മുട്ടക്കോഴിയാണ് നമ്മൾ ഇടാൻ പോണതില്. പച്ചമുളക് വേണം ഇറച്ചിക്ക്. പച്ചമുളക് ചേർത്തില്ല. നമ്മൾ തക്കാളി ഇടൂല. തക്കാളി പഴം ഇടണം. സാഹസം. ഇത്രയും മല്ലിയില വേണോ? എല്ലാം കൂടെ നല്ലോണം ഇളക്കണം. അരപ്പെല്ലാടും ചിക്കൻ്റെ എല്ലാ പോർഷനിലും നല്ലോണം പിടിക്കണം. അടുപ്പിൽ വെച്ച് വേവിക്കുന്നത് നല്ല ടേസ്റ്റ് പച്ചമുളകും പച്ചമുളകും. എത്ര പച്ചമുളക്? 3, 4, 10 പച്ചമുളക്. 10 അപ്പൊ എരിയൂല ഇന്ന്? ഇത്രയും എരി വേണം ചോളന്ന്. എന്നാലേ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നാളെ നല്ല സുഖം ഉണ്ടാവും. ചെറു പീസായിട്ട് തക്കാളിപ്പഴം അരിഞ്ഞ്. അതെ, നേരത്തെ ഇടേണ്ട സാധനമാണ്. അമ്മാമ്മ കുറച്ച് മറന്നുപോയി. സാരമില്ല, ഇനി ഇട്ടാലും മതി. ഇനി അതിലങ്ങ് ചേർന്നോളും, കുഴപ്പമൊന്നുമില്ല. മുട്ടക്കോഴിയാണ്ട് കുറേ സമയം എടുക്കും. നല്ല തിളയ്ക്കുന്നുണ്ട്.
നല്ല തിളച്ചു. കുറേ സമയം കൂടെ ഇരുന്നാൽ നല്ല പാകത്തിന് വെന്ത് കിട്ടും. ഇതായിട്ടുണ്ട്. ഇതിന് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ചിക്കൻ കറി വെക്കാൻ പഠിച്ചില്ലേ? നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടിയാണ്. ചിക്കൻ കറി വെച്ച് കാല് വയ്യെങ്കിലും എനിക്ക് കൂടെ ഒന്ന് സഹായിച്ചു തന്നു. ഇന്ന് ഞാൻ കാല് പൊട്ടലാണ് എന്നാലും എന്നെ സഹായിച്ചു. അതെ. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഞാൻ അടുക്കളയിൽ സജീവ സാന്നിധ്യം. ചിക്കൻ കറി വെച്ച് ക്ഷീണിച്ചു ഗൈസ്. ഇനി കുറച്ച് വയറിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും കയറ്റാം. വരിക്കച്ചക്ക. ഒരു വരിക്കച്ചക്ക, അതായത് നമ്മളെ വിളയിൽ നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ദൂരോട്ടുണ്ട്. അവിടെ എന്തായാലും പോകുന്നതായിരിക്കും, ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അവിടെ ഉള്ള അടിപൊളി വരിക്കച്ചക്ക നല്ല ടേസ്റ്റ്. നല്ലതുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പോയി ഒരു കുളിയൊക്കെ കുളിച്ചിട്ട് വന്ന് നല്ലോണം തല തോർത്തണം. അല്ലെങ്കിൽ അമ്മാമ്മ ചട്ടുകം എടുത്തിട്ട് വരും, എന്ത് തല തോർത്താത്തേ എന്ന് ചോദിച്ച്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം തല തോർത്താണ്. ഇനി നമുക്ക് തലയിൽ കൂടെ പ്രധാനപ്പെട്ട ഒരു സാധനം ചെയ്യാനുണ്ട്. റോഡ് വെട്ടണം. അതായത് ഇതേപോലെ റോഡ് വെട്ടണം. കണ്ട ഒരു വകുപ്പ്, ഒരു ചീപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ സ്വന്തം കൈമതി എൻ്റെ തലമണ്ട ശരിയാക്കാൻ. അപ്പോൾ ഇന്ന് മുഖത്തിന് എന്തിടണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ സാധനം തന്നെ ഇടേണ്ട. എവിടേക്കോ എന്തൊക്കെയോ ഉണ്ട്, വലിച്ചു വാരി ഇട്ടിരിക്കുക. ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം വീട് കണ്ട മുനിസിപ്പൽ കോർപ്പറേഷൻ വരെ തോറ്റുപോകും. അമ്മാതിരി അഴുക്ക്, അമ്മാതിരി ചപ്പച്ചവർ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. വേണ്ട, ഞാൻ ഈ തിരക്കണെന്തെന്ന് പറയുമ്പോൾ പൗഡറാണ്. ഈ പൗഡർ വച്ചെടുത്ത കാണേ ഇല്ല. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എവിടെ പോയോ എന്തോ. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ പൗഡർ ഇടും? വല്ലാത്ത കഷ്ടം തന്നെ. ഒന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചാൽ സമ്മതിക്കൂല ഈ പൗഡർ. ഇനി കുറച്ച് കലാപരിപാടിയിലോട്ട് കിടക്കാം. ഒട്ടിപ്പ് പൊട്ടി തീർന്നു. അപ്പോൾ ഇനി കുറച്ച് ഐലൈനർ വെച്ച് കുത്തിടാം. ശരിയാവോ എന്തോ. ഒപ്പിച്ച് ഞാൻ പൊട്ടിട്ട് കേട്ടോ. പൊട്ടൂടിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ സുന്ദരിയായി. മനസ്സിൽ ഞാനിപ്പോൾ ഒരു ഐശ്വര്യ റോയ വലിയ അടിപൊളി ചോറ്. അതായത് ചട്ടിയിൽ നേരത്തെ വച്ച് നല്ല ചൂട് ചിക്കൻ കറിയും. ഇത് ചിക്കൻ കറി ചിക്കൻ വരണ്ടിപ്പോയി. അടിപൊളി. നമ്മൾ ഇങ്ങോട്ട് തിരുവനന്തപുരം സ്റ്റൈലിലോട്ടും കളർ വേണം ചിക്കൻ കറിക്ക്. അടിപൊളി കളർ ഉണ്ടെങ്കിൽ ചിക്കൻ കറി അടിപൊളിയാവും. സപ്പോന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴത്തേക്കും ചായ കുടിക്കാൻ സമയമായി. പക്ഷെ ഇന്ന് ചായ ഇല്ലാത്തതുകൊണ്ട് കട്ടൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇപ്പം ഇന്ന് വൈകുന്നേരം പപ്പ കൊണ്ടുവന്നാണ് കേട്ടോ കപ്പ. അപ്പം നല്ല ചിക്കനും അപ്പവും കൊള്ളാം. അപ്പൊ തിന്നല്ലോ, അപ്പൊ നമ്മൾ കൊതിപ്പിക്കണമല്ലോ. ഒരു പീസ് അങ്ങോട്ട് എടുത്ത് വയ്ക്കുക, അതിൽ കുറച്ച് ചാറക്കിട്ട്. ബൈ ഗായ്സ്, ഞാൻ ഉറങ്ങാൻ പോകാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.